വെൽക്കം ടു ഗൈഡ് ലൈൻ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 4th സെമസ്റ്ററിലെ യൂണിറ്റ് 1 യോഗ ആൻഡ് ആസനാസ് ആണ് കേട്ടോ. ചാപ്റ്ററിലോട്ട് പോവാല്ലേ. ഈ ഒരു പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എന്താണ് യോഗ, അതിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ഡെഫിനിഷനൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് യോഗ, 8 ലിംസ് ഓഫ് യോഗ, ഗൈഡ് ലൈൻസ് ഫോർ പ്രാക്ടീസ് ഇൻ യോഗ, ബെനിഫിറ്റ്സ്, മീനിങ് ആൻഡ് ടൈപ്പ് ഓഫ് ആസനാസ്, മെഡിറ്റേറ്റീവ് റിലാക്സേഷൻ ആൻഡ് തെറാപ്യൂട്ടിക് ആസനാസ്, സൂര്യ നമസ്കാർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓരോ ടോപ്പിക്കും നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് 24 ഹവേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ നമുക്കതൊന്നും തികയാത്തൊരു കണ്ടീഷനാണ് അല്ലേ. കാരണം നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഭയങ്കര ബിസിയാണ് അല്ലേ. ഈ 24 ഹവേഴ്സ് നമുക്ക് പോരാന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ. കാരണം നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്ത് കംപ്ലീറ്റ് ആവുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്ട്രെസ്സ്, ആങ്സൈറ്റി, സ്ലീപ്ലെസ്നെസ്, അതുപോലെ ഒബീസിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് അല്ലേ. നമുക്കറിയാമല്ലേ, നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്കുറവുണ്ട് എന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ കൂടെ നമ്മൾ അതിനൊന്നും വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അല്ലേ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ട് എന്ന് അറിയെങ്കിൽ കൂടെ നമ്മളൊന്ന് റിലാക്സ് ആവാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ. സത്യം പറഞ്ഞാൽ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളൊരു മൈൻഡാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ. ബട്ട് ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും സ്ലീപ്ലെസ്നെസ്സും ഒക്കെ കൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കാൻ നമുക്ക് ടൈമുണ്ട് അല്ലേ. അതിന് വേണ്ടിയിട്ട് എത്ര ക്യാഷ് സ്പെൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്ര ടൈം അല്ലെങ്കിൽ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യാനോ നമുക്ക് മടിയില്ല അല്ലേ. ആക്ച്വലി അങ്ങനെയാണോ വേണ്ടേ? അല്ല അല്ലേ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്ററാണ് അല്ലേ ആ രോഗം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ സ്ട്രെസ്സ്, ആങ്സൈറ്റി ഒക്കെ കൊണ്ട് നമുക്ക് വരുന്ന രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് യോഗ അല്ലേ. യോഗ നമ്മുടെ ബോഡിക്കും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു റിലാക്സേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലേ. യോഗ എന്നുള്ള ടേം കുറച്ച് മുമ്പ് വരെ നമ്മുടെ കൺസെപ്റ്റിലൊക്കെ എന്തായിരുന്നു, ഓവറായിട്ട് ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചിട്ടയായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് മാത്രമുള്ള ഒരു സംഭവമായിരുന്നു അല്ലേ. ബട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും യോഗ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് യോഗ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇനി എവിടെ നിന്നാണ് യോഗ ഒറിജിനേറ്റ് ചെയ്തത്? നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ യോഗ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ ഇന്ത്യയിലാണ് യോഗ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇന്നത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണോ യോഗ ഉള്ളത്? അല്ല അല്ലേ. ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ ഒരു കാംനെസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് വേ ആണ് യോഗ എന്ന് നമുക്ക് പറയാം അല്ലേ. അത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ്ങിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണ് അത് ഒറിജിനേറ്റ് ചെയ്തതെങ്കിൽ കൂടെ ഇന്ന് ലോകമെമ്പാടും ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ജൂൺ 21 നമ്മൾ ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു നല്ല ജീവിതം വേണം, നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ലിവിങ് വേണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ ആണ് യോഗ അല്ലേ. യോഗയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഞാൻ ചെറിയ പാരഗ്രാഫ് ഫോർമാറ്റിൽ തന്നെയാണ് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നിങ്ങളുടെ എസ്സേക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മീനിങ് ഓഫ് യോഗ. യോഗ എന്ന വേർഡിൻ്റെ അർത്ഥം. യോഗ എന്ന വേർഡ് സംസ്കൃതത്തിലെ യുജി എന്ന വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് വരുന്നത് ടു ജോയിൻ, ടു യുണൈറ്റ് എന്നൊക്കെയാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചേരുക അല്ലെങ്കിൽ ഒരു ഐക്യം ഉണ്ടായിരിക്കുക, അതൊക്കെയാണ് യോഗ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യോഗ ഈസ് ലിറ്ററലി മീൻസ് യൂണിയൻ. എന്തിൻ്റെയൊക്കെ യൂണിയനാണ് വരുന്നത്? അത് നമുക്ക് 3 രീതിയിൽ പറയാം അല്ലേ. ദ യൂണിയൻ ഓഫ് ഇൻഡിവിജ്വൽ സെൽഫ് വിത്ത് യൂണിവേഴ്സൽ സെൽഫ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഒരു ഇൻഡിവിജ്വലിൻ്റെ സെൽഫ്, അതായത് ഒരു വ്യക്തിയുടെ ആത്മാവ് ദൈവത്തോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശ്വാസത്തിനോടോ ഒരു കൂടിച്ചേരലിനെയാണ് നമുക്ക് യോഗ എന്ന് പറയാം. ഓക്കെ. അതും അല്ലെങ്കിൽ എന്താ, നമ്മുടെ മൈൻഡ്, ബോഡി, സോൾ, അതായത് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ ഒരു ഐക്യത്തിന്, അതിൻ്റെ ഒരു വർക്കിംഗ് ഇൻ ഹാർമണി അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂണിയനെ നമുക്ക് എന്ത് പറയാം, യോഗ എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ എന്താ, ദ തോട്ട്, ഇമോഷൻ ആൻഡ് ആക്ഷൻ ഓഫ് എ പേഴ്സൺ അല്ലേ. ചിന്ത, വികാരം, പ്രവർത്തനം, അതിലുള്ള ഒരു യൂണിയനെയും നമുക്ക് യോഗ എന്നുള്ള ആ ഒരു വേർഡ് മീനിങ്ങിൽ നിന്ന് പറയാവുന്നതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യൂണിറ്റുണ്ടെങ്കിൽ ലിറ്ററലി മീൻസ് യൂണിയൻ. എന്തിൻ്റെയൊക്കെ യൂണിയനാണ്? നമുക്ക് നമ്മുടെ
ഒരു വ്യക്തിക്ക് അവരുടെ ആത്മാവും ദൈവവും തമ്മിലുള്ള ഒരു യൂണിയനെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, ബോഡി, സോൾ അതിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ യൂണിയനായിട്ട് നമുക്ക് യോഗയെ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ തോട്ട്, ഇമോഷൻ, ആക്ഷൻസ് അതിൻ്റെയൊക്കെ യൂണിയനായിട്ടും നമുക്ക് യോഗയെ പറയാവുന്നതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യോഗ ഈസ് എ സിസ്റ്റം ഓഫ് എക്സസൈസസ് ദാറ്റ് ഇൻക്ലൂഡ് ബോഡി പോസ്ചേഴ്സിനെയാണ് നമ്മൾ ആസനാസ് എന്ന് പറയുക. ബ്രീത്തിങ് കൺട്രോൾ, പ്രാണായാമ എന്നാണ് പറയുക കേട്ടോ. ആൻഡ് മെഡിറ്റേഷൻ. ഇത് യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസനങ്ങളും പ്രാണായാമങ്ങളും ധ്യാനങ്ങളും കൂടി ചേർന്നിട്ടുള്ള, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം അല്ലേ, ധ്യാനങ്ങളും കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ യോഗ എന്ന് പറയാം. ഇങ്ങനെ യോഗ ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫിറ്റ്നസ്, അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലേ. അതുപോലെ തന്നെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യൂലേ. അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ്, എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ടൊക്കെ ഒരുപാട് ടൈം ഫോക്കസ് ചെയ്തിരിക്കാനും അതിലൂടെ നമുക്കൊരു ഇന്നർ പീസ് അറ്റൈൻ ചെയ്യാനൊക്കെ യോഗ നമ്മളെ ഹെൽപ്പ് ചെയ്യൂലേ. ഈ യോഗയിലൂടെ ഒരു വ്യക്തിയുടെ ബോഡി, മൈൻഡ്, അതുപോലെ തന്നെ സ്പിരിറ്റ്, അതായത് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് അതിനെയൊക്കെ ഒന്നാക്കാൻ പറ്റുമ്പോൾ, അതിനൊക്കെ യുണൈറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? മെൻ്റൽ ക്ലാരിറ്റിയും അതുപോലെ സ്ട്രെസ് റിലീഫൊക്കെ, അതുപോലെ നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെയൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഏറ്റവും മേജറായിട്ടുള്ളൊരു പ്രോബ്ലമാണ് സ്ട്രെസ് അല്ലേ. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനും ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനൊക്കെ യോഗ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺസെപ്റ്റ് ഓഫ് യോഗ. Yoga is any method that helps us understand who we truly are and connect with life deeply. യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാനും ജീവിതവുമായി ബന്ധപ്പെടാനും സഹായിക്കുന്ന ഏത് മാർഗത്തിനെയും നമുക്ക് യോഗ എന്ന് പറയാം അല്ലേ. ഇനി യോഗയുടെ എയിം നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഒന്ന് കാമാക്കുക, നമ്മുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, അതുപോലെ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് യോഗയുടെ മെയിൻ എയിമായിട്ട് വരുന്നത് അല്ലേ. യോഗ ഗീവ്സ് മാസ്റ്ററി ഓവർ ദ മൈൻഡ് ത്രൂ ദ പവർ ടു ഫോക്കസ് ഓൺ വൺ തിങ്, ദ എബിലിറ്റി ടു സ്റ്റേ കാം ആൻഡ് ക്വയറ്റ് ആൾവേസ്. യോഗ നമുക്ക് പ്രധാനമായിട്ടും തരുന്നത് എന്താ? ഫസ്റ്റ് നമുക്ക് ഏകാഗ്രത തരൂലേ, അതായത് ഒരൊറ്റ കാര്യത്തിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂലേ. നമുക്കിപ്പോൾ ഏറ്റവും ലേക്കായിട്ട് കിടക്കുന്ന സംഭവം തന്നെയാണല്ലേ. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കും. ഒരു കാര്യം ഫുള്ളാക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുക, ആ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല അല്ലേ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോട്ടിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫോക്കസിങ് പവർ വളരെയധികം ചുരുങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് ഏകാഗ്രത കിട്ടാനൊക്കെ നമ്മുടെ യോഗ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കാംനെസ്, നമുക്കൊരു ശാന്തത കിട്ടാൻ, അതായത് ആ കാര്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും സമാധാനത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മളെ യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ കാമായിട്ട് നേരിടാനും യോഗ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദസ് യോഗ ഈസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ എക്സസൈസ്, ഇറ്റ് ഈസ് എ സ്കിൽ ഓഫ് ബാലൻസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റ് ലിവിങ്. ഡെഫിനിഷൻസ് ഓഫ് യോഗ. ഡിഫറെൻറ്റ് തിങ്കേഴ്സ് ഹാവ് ഡിഫൈൻഡ് യോഗ ഇൻ വേരിയസ് വേ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പതാഞ്ജലി പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ് കേട്ടോ. യോഗ ഈസ് ദ കൺട്രോൾ ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ദ മൈൻഡ്. പതാഞ്ജലിയുടെ അഭിപ്രായത്തിൽ യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൻ്റെ മോഡിഫിക്കേഷൻസിനെ നിയന്ത്രിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയില്ലേ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒന്നാണ് യോഗ എന്നാണ് പതാഞ്ജലി പറയുന്നത്. വേറൊരു രീതിക്കും അതിനെ പറയാല്ലേ, അതായത് നമ്മുടെ മൈൻഡിനെ കാമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് യോഗ. ഓക്കെ. ഇനി ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ യോഗയെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? യോഗ ഈസ് ബാലൻസ് ഇൻ തോട്ട്, ഫീലിംഗ് ആൻഡ് ആക്ഷൻ. യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്ത, വികാരം, പ്രവർത്തനം എന്നിവയിലെ സമത്വമാണ് യോഗ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ തോട്ടിലും ഫീലിങ്സിലും ആക്ഷനിലൊക്കെയുള്ള ഒരു ബാലൻസിനെയാണ് യോഗ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് കീപ്പിംഗ് ബാലൻസ് ഇൻ ബോഡി, മൈൻഡ്, ഇമോഷൻസ് ആൻഡ് ബിഹേവിയർ. ഇനി സ്വാമി ശിവാനന്ദ പറയുന്നത് എന്താ? യോഗ ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്. ദിസ് മീൻസ് യൂണിറ്റി ഓഫ് തോട്ട്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻ. ഡിഫറെൻറ്റ് വേർഡ്സുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോമാറ്റിൽ യോഗയെ നോക്കി കണ്ടു എന്നേ ഉള്ളൂ അല്ലേ. എല്ലാവരും പറയുന്ന കൺസെപ്റ്റൊക്കെ സെയിം തന്നെയാണ് അല്ലേ. എന്താ യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ ഐക്യത്തിനെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത് അല്ലേ. മീൻസ് യോഗ ബ്രിങ്സ് ഹാർമണി ബിറ്റ്വീൻ മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് യോഗ. യോഗയുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും.
ഫസ്റ്റ് നമുക്ക് യോഗയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. എയിംസ് ഓഫ് യോഗ. മെയിനായിട്ട് വരുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ ഫിറ്റ്നസ് ഉള്ളതും അതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ട് മാറ്റുക, അതുപോലെ നമ്മുടെ ആത്മനിയന്ത്രണവും ഏകാഗ്രതയും വളർത്തുക. ഇതൊക്കെയാണ് യോഗയുടെ മെയിൻ എയിംസ് വരുന്നത്. ദ മെയിൻ എയിം ഓഫ് യോഗ ഈസ് കൺട്രോൾ ഓവർ ദ മൈൻഡ് ആൻഡ് ഫിറ്റ്നസ് ഓഫ് ദ ബോഡി. ഇറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് സെൽഫ് ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, അവെയർനെസ് ആൻഡ് റെസിസ്റ്റൻസ് ടു ഡിസീസ്. നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് യോഗ നോക്കാം അല്ലേ. അതായത് യോഗയുടെ ഉദ്ദേശം: മെയിൻറ്റെയിൻ ഗുഡ് ഫിസിക്കൽ ഹെൽത്ത്, കീപ് ദ മൈൻഡ് ക്ലീൻ ആൻഡ് പീസ്ഫുൾ, ഡെവലപ്പ് ഇമോഷണൽ സ്റ്റെബിലിറ്റി, ബിൽഡ് മോറൽ വാല്യൂസ് ആൻഡ് ഗുഡ് ബിഹേവിയർ, റീച്ച് ഹയർ സെൽഫ് അവെയർനെസ്, ഫേസ് ലൈഫ്സ് ചാലഞ്ചസ് കാംലി, ഇംപ്രൂവ് പോസ്ചേഴ്സ്, ബ്രീത്തിങ് ആൻഡ് ബോഡി ഫങ്ഷൻസ്. അതായത് നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ മനസ്സിൻ്റെ ശുചിത്വവും സമാധാനവും പാലിക്കുക, മാനസിക സ്ഥിരത കൈവരിക്കുക, മോറൽ വാല്യൂസ് അതുപോലെ ഗുഡ് ബിഹേവിയർ ഒക്കെ ബിൽഡ് ചെയ്തെടുക്കുക. അതായത് ഒരു ഹയർ സെൽഫ് അവെയർനെസ്സിലോട്ട് റീച്ച് ചെയ്യാം, നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു ശക്തി നേടുക, അതുപോലെ തന്നെ നമ്മുടെ പോസ്ചർ, ബ്രീത്തിങ് ആൻഡ് ബോഡി ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുക. അതൊക്കെയാണ് യോഗയുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 8 ലിംസ് ഓഫ് യോഗയെ കുറിച്ചിട്ടാണ്. ഈ ഒരു ചാപ്റ്ററിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ മെയിൻലി ഈ ഒരു പാർട്ടിൽ നിന്നാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടിലോട്ട് പോവാം അല്ലേ. ഫസ്റ്റ് വൺ, എമ, മോറൽ ഡിസിപ്ലിൻ. റീസ്ട്രെയിൻറ്റ് എന്നും പറയാറുണ്ട് കേട്ടോ, അതായത് നിയന്ത്രണങ്ങൾ. യമ മീൻസ് സെൽഫ് കൺട്രോൾ ഓർ മോറൽ റൂൾസ് ദാറ്റ് ഗൈഡ് അവർ ബിഹേവിയർ ടുവാർഡ്സ് അതർ. ദർ ആർ 5 യമാസ്: അഹിംസ, സത്യ, അസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ ഉണ്ട് അല്ലേ. എങ്കിൽ നമ്മൾ നമ്മുടെ ബിഹേവിയറിൽ ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട് അല്ലേ. അതായത് നമ്മൾ തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുമോ? ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല, ബട്ട് അത് ബാക്കിയുള്ളവരെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അല്ലേ. അതായത് നമ്മൾ നമ്മുടെ ബിഹേവിയറിലായാലും അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസിലായാലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് അല്ലേ. അതിനെ കുറിച്ചിട്ടാണ് യമ ഡിസ്കസ് ചെയ്യുന്നത്. സ്വയം നിയന്ത്രിക്കാനുള്ള ധാർമ്മിക നിയമങ്ങൾ. മെയിൻലി 5 യമാസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, അഹിംസ. അഹിംസ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. നോൺ വയലൻസ്. ഡു നോട്ട് ഹേർട്ട് എനി ലിവിങ് ബീയിങ് ബൈ തോട്ട്, വേർഡ്സ് ഓർ ആക്ഷൻ. അതായത് വാക്കാലോ പ്രവൃത്തിയാലോ അല്ലെങ്കിൽ മനസ്സിലൂടെയോ ഒന്നും എന്ത് ചെയ്യരുത്, നമ്മൾ ആരെയും ദ്രോഹിക്കരുത് അല്ലേ. അതാണ് അഹിംസ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, സത്യ, ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയും. അതായത് എപ്പോഴും സത്യം മാത്രം എന്ത് ചെയ്യുക, പറയുക. എപ്പോഴും സത്യസന്ധരായിട്ടിരിക്കുക. ഓൾവേസ് ബി ഹോണസ്റ്റ് ആൻഡ് സ്പീക്ക് വാട്ട് ഈസ് ട്രൂ. കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഇമേജിനെ ബാധിക്കായിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലും ഒരു കാര്യം, ഒരു ബെനിഫിറ്റ് കിട്ടാതെ വരുമായിരിക്കും അല്ലേ. ബട്ട് ഏത് കണ്ടീഷനിലായിക്കോട്ടെ എപ്പോഴും ട്രൂത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സത്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ, ആസ്തേയ, നോൺ സ്റ്റീലിംഗ്. ഡു നോട്ട് ടേക്ക് എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു യു. മറ്റുള്ളവരുടെ വസ്തുക്കൾ അന്യായമായിട്ട് നമ്മൾ സ്വന്തമാക്കി വെക്കരുത്. ഫോർത്ത് വൺ, ബ്രഹ്മചര്യ, റൈറ്റ് യൂസ് ഓഫ് എനർജി. പ്രാക്ടീസ് സെൽഫ് കൺട്രോൾ, യൂസ് യുവർ എനർജി വൈസ്ലി. ഇറ്റ് മീൻസ് മോഡറേഷൻ, നോട്ട് കംപ്ലീറ്റ് സെലിബസി. എന്താ ഉദ്ദേശിക്കുന്നത്? സെൻസ് ഓർഗൻസിനെ നിയന്ത്രിക്കാൻ പറ്റുക, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ എനർജി യൂട്ടിലൈസ് ചെയ്യുക. അതൊക്കെയാണ് ബ്രഹ്മചര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരാളോട് വെറുതെ ദേഷ്യം പിടിക്കുക, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ ഓവറായിട്ട് ഒരാളോട് ഹീറ്റ് ആവുമ്പോൾ നമ്മുടെ എനർജി തന്നെ വേസ്റ്റായി പോവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്ക്, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ദ്രോഹിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിക്ക് മാത്രം നമ്മുടെ എനർജി യൂസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഞാൻ വണ്ണായിട്ട് വരുന്നതാണ് അപരിഗ്രഹ, നോൺ ഗ്രീഡ്. Avoid greed and do not hoard unnecessary things. Be content with what you have. അതിരില്ലാത്ത ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക. ആവശ്യമായിട്ട് വസ്തുക്കളൊന്നും ശേഖരിക്കാണ്ടിരിക്കുക. അത് ക്യാഷ് ആയിക്കോട്ടെ, വേറെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയും. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിലേറെ വലിയൊരു വീട് അയൽവക്കത്ത് ആരെങ്കിലും എടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിനോട് ആഗ്രഹം തോന്നുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതെന്തായി, നമുക്ക് ആവശ്യത്തിന് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലേ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലില്ലാത്ത രീതിയിൽ വീണ്ടും നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണ് അപരിഗ്രഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് സെൽഫ് റിയലൈസേഷനിലോട്ട് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ. പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യോഗക്ക് 8 ലിംബ്സ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ലിംബ് ഏതാ? യമയാണ് അല്ലേ, മോറൽ ഡിസിപ്ലിൻ അല്ലേ. യമ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഹിംസ, സത്യ, ആസ്തേയ, ബ്രഹ്മചാര്യ, അപരിഗ്രഹ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലേ. അതായത് നമ്മൾ വാക്കാലോ പ്രവൃത്തിയാലോ ഒന്നും ആരെയും എന്ത് ചെയ്യരുത്, ദ്രോഹിക്കരുത്, എപ്പോഴും സത്യസന്ധരായിട്ടിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വസ്തുക്കൾ നമ്മൾ അന്യായമായിട്ട് എടുത്തു വെക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അതായത് സെൻസ് ഓർഗൻസിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ നമ്മുടെ എനർജി ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം അല്ലേ. അതുപോലെ തന്നെ അപരിഗ്രഹ, അതായത് അതിയായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതിരില്ലാത്ത ആഗ്രഹങ്ങൾ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് വസ്തുക്കൾ നമ്മൾ ശേഖരിച്ച് വെക്കുന്നതൊക്കെ ഒഴിവാക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യമ, അതായത് മോറൽ ഡിസിപ്ലിൻസ് നമുക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മോറൽ ഡിസിപ്ലിൻസ്, അതായത് നമുക്ക് സമൂഹത്തിനോടുള്ള ഇങ്ങനെയുള്ള ബാധ്യതകളൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് വണ്ണായിട്ട് വരുന്നതാണ് നിയമ. നിയമ മീൻസ് പോസിറ്റീവ് ഡ്യൂട്ടീസ്, ഒബ്സർവൻസസ്. നിയമ means rules or practices that help in self-improvement and personal discipline. സമൂഹത്തിനോടുള്ള ബാധ്യതകളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ബാധ്യതകളാണ് അല്ലേ. അതാണ് നിയമയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിയമ മീൻസ് റൂൾസ് ഓർ പ്രാക്ടീസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ ഡിസിപ്ലിൻ. നമ്മൾ പേഴ്സണൽ ഡിസിപ്ലിൻ, അതായത് സ്വയശുദ്ധിക്കും അതുപോലെ തന്നെ ആത്മവികസനത്തിനും സഹായിക്കുന്ന നിയമങ്ങളാണ് നിയമയുടെ അണ്ടറിൽ വരുന്നത്. 5 നിയമങ്ങളാണ് ഉള്ളത്. ശൗച, സന്തോഷ, തപസ്, സ്വാധ്യായ, ചിരപ്രണിധാന. ഫസ്റ്റ് വൺ ശൗച്യ, ക്ലെൻലിനെസ്. കീപ് യുവർ സെൽഫ് ക്ലീൻ ബോത്ത് ബോഡി ആൻഡ് മൈൻഡ്. അതായത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധിയെ കുറിച്ചിട്ടാണ് ശൗച്യ എന്നുള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ എന്തായിരിക്കണം, ക്ലീൻ ആയിട്ടിരിക്കണം അല്ലേ. അപ്പം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് ശൗച്യ എന്നുള്ള പാർട്ട്. നെക്സ്റ്റ് വൺ സന്തോഷ. ബി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ്. ഇത് തനിക്കുള്ളതിൽ തൃപ്തരാവാൻ വേണ്ടിയിട്ട് പറ്റുക, എനിക്കുള്ളതിൽ സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, എനിക്ക് ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, ചെറിയൊരു ജോലി ഉണ്ടായിരിക്കും, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വീടുണ്ടായിരിക്കും, അതിലൊക്കെ തൃപ്തരാവുക എന്നുള്ളതാണ് സന്തോഷ എന്നുള്ള പാർട്ടിൽ വരുന്നത്. തേർഡ് വൺ തപസ്. കൺട്രോൾ യുവർ ഡിസയർ ആൻഡ് ഡെവലപ്പ് വിൽ പവർ ത്രൂ എഫേർട്ട് ആൻഡ് സെൽഫ് കൺട്രോൾ. ആത്മനിയന്ത്രണവും ശ്രമവും വഴി ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുക, അതിനെയാണ് നമ്മൾ തപസ് എന്ന് പറയുക. ഫോർത്ത് വൺ സ്വാധ്യായ, സെൽഫ് സ്റ്റഡി. ഇറ്റ് മീൻസ് ഇംപ്രൂവിങ് വൺസ് നോളജ് ത്രൂ റീഡിങ്, ലേണിംഗ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? പഠനവും അതുപോലെ ആത്മചിന്തയൊക്കെ വഴി അറിവ് വർദ്ധിപ്പിക്കുക, അതാണ് സ്വാധ്യായ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കുള്ള ഇൻഫർമേഷൻ്റെ റേഞ്ച് നമ്മൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക, നമ്മൾ കൂടുതൽ അറിവുകൾ നേടാൻ വേണ്ടി ശ്രമിക്കുക, അതൊക്കെ സ്വാധ്യായ എന്നുള്ളതിലാണ് വരുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഈശ്വര പ്രണിധാനം. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ഡെഡിക്കേറ്റിംഗ് വൺസ് ആക്ഷൻ ടു ദ സുപ്രീം ബീയിങ് ഓർ ട്രസ്റ്റിംഗ് ഇൻ എ ഹയർ പവർ. നമ്മൾ പറയില്ലേ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവുക, ദൈവനിഷ്ഠയും ആത്മസമർപ്പണവും എന്ന് പറയും. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കാതെ അതൊക്കെ ദൈവത്തിലോട്ട് അർപ്പിക്കാം. ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ, ദൈവം നോക്കിക്കോളും എന്ന് പറയില്ലേ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ദൈവത്തിലോട്ട് അർപ്പിക്കുക. ഡെഡിക്കേറ്റിംഗ് വൺസ് ആക്ഷൻ ടു സുപ്രീം ബീയിങ് ഓർ ട്രസ്റ്റിംഗ് ഇൻ എ ഹയർ പവർ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റും അതുപോലെ പേഴ്സണൽ ഡിസിപ്ലിൻസൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് വൺ നമുക്ക് കുറച്ച് മോറൽ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു അല്ലേ, അതായത് നമുക്ക് സമൂഹത്തിനോടുള്ള കടമകൾ ഉണ്ടായിരുന്നു. അഹിംസ, സത്യ, ആസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നിയമ അല്ലേ. നിയമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചിട്ടാണ് നിയമയിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ശൗച, സന്തോഷ, തപസ്, സ്വാധ്യായ, ഈശ്വര പ്രണിധാന. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നിയമയും കംപ്ലീറ്റ് ആയി. നിയമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ആസന അല്ലേ. മോറൽ ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആസനാസ് തുടങ്ങാം അല്ലേ. ആസനാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, യോഗ പോസ്ചേഴ്സ് ആണ് അല്ലേ.
യോഗാസനകൾ. ആസന മീൻസ് പോസ്ചർ ഓർ സീറ്റ്. ആസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സുഖകരമായിട്ടുള്ള ഒരു ഇരിപ്പിടം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ഫിസിക്കൽ പൊസിഷൻ ദാറ്റ് ക്യാൻ ബി ഹെൽഡ് കംഫർട്ടബിളി ആൻഡ് സ്റ്റഡിലി. നമുക്ക് കംഫർട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ, ഒരു ഫിസിക്കൽ പൊസിഷനെയാണ് നമ്മൾ ആസന എന്ന് പറയാം അല്ലേ. പ്രാക്ടീസിങ് ആസന ഹെൽപ്പ് കീപ് ദ ബോഡി ഹെൽത്തി ആൻഡ് മൈൻഡ് കാം, പ്രിപ്പയറിങ് എ പേഴ്സൺ ഫോർ മെഡിറ്റേഷൻ. അതായത് യോഗാസനകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിനെയും അതുപോലെ മനസ്സിനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ശാന്തമായിട്ട് കാമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റൂലേ. ഇതിലൂടെ നമുക്ക് മെഡിറ്റേഷൻ, അതായത് ധ്യാനത്തിലോട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മളെ ബോഡിയിൽ ഭയങ്കര പെയിനാണ്, അല്ലെങ്കിൽ ബോഡിയുടെ പോസ്റ്റേഴ്സ് ഒന്നും റെഡിയല്ല, നമ്മുടെ മൈൻഡ് കാമല്ല, നമുക്ക് മെഡിറ്റേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആസനകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ഒക്കെ എന്ത് ചെയ്യാം, കാമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൂടെ നമുക്ക് മെഡിറ്റേഷനിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റും, ധ്യാനത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ്. ആസനകളെ കുറിച്ചിട്ട്, അതായത് യോഗ പോസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് പാർട്ടായിട്ട് വരുന്നത് അതാണ്. ആ ഒരു പാർട്ടിൽ നമുക്ക് പോസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. 8 ലിംസ് ഓഫ് യോഗയിൽ 4th വണ്ണായിട്ട് വരുന്നതാണ് പ്രാണായാമ. റോൾ ഓഫ് ബ്രീത്ത്, ലൈഫ് ഫോഴ്സ്. പ്രാണ മീൻസ് ലൈഫ് എനർജി ആൻഡ് ആയാമ മീൻസ് കൺട്രോൾ ഓർ റെഗുലേഷൻ. പ്രാണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവശക്തി എന്നും ആയാമ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം എന്നാണ് അർത്ഥം. അപ്പോൾ പ്രാണായാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ജീവശക്തി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജീവനെ പിടിച്ചു നിർത്തുന്നത് എന്താ, നമ്മുടെ ബ്രീത്തിങ് ആണ് അല്ലേ, നമ്മുടെ ശ്വസനമാണ് അല്ലേ. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക, അതാണ് പ്രാണായാമ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ശ്വസന നിയന്ത്രണം. ഓക്കെ. പ്രാണായാമ ഈസ് ദ പ്രാക്ടീസ് ഓഫ് ബ്രീത്തിങ് കൺട്രോൾ ടു റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് എനർജി ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ എനർജിയുടെ ഫ്ലോയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് കൺട്രോളിലൂടെ സാധിക്കും. അതാണ് പ്രാണായാമയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ശ്വസന നിയന്ത്രണം, ബ്രീത്തിങ് കൺട്രോളാണ് മെയിൻലി പ്രാണായാമയിൽ വരുന്നത്. ഇതിന് മെയിൻലി 3 ഘട്ടങ്ങളുണ്ട്: പൂരക, രച്ചക, കുംഭക. പൂരക മീൻസ് ഇൻഹലേഷൻ, അതായത് ബ്രീത്തിങ് ഇൻ. മീൻസ് എക്സൈലേഷൻ, അതായത് ബ്രീത്തിങ് ഔട്ട്. കുംഭക മീൻസ് റിടെൻഷൻ, ഹോൾഡിങ് ദ ബ്രീത്ത്. അതായത് ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക, ശ്വാസം പുറത്ത് വിടുക, ശ്വാസം നിലനിർത്തുക. അങ്ങനെ 3 ഘട്ടങ്ങളാണ് പ്രാണായാമക്കുള്ളത്. നെക്സ്റ്റ് വൺ പ്രത്യാഹാര, വിഡ്രോവൽ ഓഫ് ദ സെൻസസ്. പ്രത്യാഹാര മീൻസ് ടേണിങ് ദ സെൻസസ് ഇൻവാർഡ്. പ്രത്യാഹാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം എന്നൊക്കെ പറയൂ കേട്ടോ. സെൻസസിനെ നമ്മൾ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. ഇറ്റ്സ് എ പ്രാക്ടീസ് ഓഫ് വിഡ്രോയിങ് അറ്റൻഷൻ ഫ്രം ദ ഔട്ട്സൈഡ് ഡിസ്ട്രാക്ഷൻ ലൈക്ക് സൗണ്ട്, സൈറ്റ് ആൻഡ് സ്മെൽസ് ആൻഡ് ഫോക്കസിങ് വിത്തിൻ. നമ്മുടെ ബാഹ്യമായിട്ടുള്ള, നമ്മൾ ഔട്ട്സൈഡിലുള്ള ഡിസ്ട്രാക്ഷൻസ്, സൗണ്ട്, സൈറ്റ്, സ്മെല്ല് പോലെയുള്ള ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞ് നമ്മളെ മൈൻഡിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ വിത്തിനിലോട്ട് നമ്മളിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് പ്രത്യാഹാര എന്ന് പറയുന്നത്. ദിസ് ഹെൽപ്പ് ദ മൈൻഡ് ടു ബിക്കം കാം ആൻഡ് റെഡി ഫോർ കോൺസെൻട്രേഷൻ ആൻഡ് മെഡിറ്റേഷൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ മൈൻഡിനെ കാമാക്കുകയും ധ്യാനത്തിലോട്ട്, അതായത് മെഡിറ്റേഷനിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോക്കസിങ് യുവർ ബ്രീത്ത് ആൻഡ് ഇഗ്നോറിങ് ഔട്ട്സൈഡ് നോയ്സസ്. നമ്മൾ ശ്വസിക്കുന്നതിലോട്ട് ഫോക്കസ് ചെയ്യുക. പ്രോസസ്സ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോസസ്സിലോട്ട് ഞാൻ എൻ്റെ മൈൻഡിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, പുറത്ത് നടക്കുന്ന സൗണ്ടുകളൊന്നും ഞാൻ കേൾക്കില്ല അല്ലേ. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും, എൻ്റെ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എന്നുള്ള ആ ഒരു പ്രോസസ്സിലോട്ടാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യാഹാരക്ക് എക്സാമ്പിളായിട്ട് പറയാം. വിഡ്രോവൽ ഓഫ് ദ സെൻസസ്, ഇന്ദ്രിയ നിയന്ത്രണം എന്നൊക്കെ പറയൂ കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് ധാരണ, കോൺസെൻട്രേഷൻ, അതായത് ഏകാഗ്രത എന്നൊക്കെ പറയും. ധാരണ മീൻസ് ഫോക്കസ്ഡ് അറ്റൻഷൻ ഓർ കോൺസെൻട്രേഷൻ. ഇറ്റ് ഇൻവോൾവ് ഫിക്സിംഗ് ദ മൈൻഡ് ഓൺ വൺ ഒബ്ജക്റ്റ്, ഐഡിയ ഓർ സൗണ്ട്. ടു കോൺസെൻട്രേറ്റ് ഡീപ്ലി ദ സെൻസസ് മസ്റ്റ് ബി വിഡ്രോൺ. Practices like candle gazing, visualization or focusing on the breath are forms of dharana. It is the first stage of true meditation. എന്താ പറയുന്നത്, ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാഗ്രത അല്ലേ. അതായത് നമ്മളെ മൈൻഡിനെ ഒരു വിഷയത്തിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലോട്ടോ ഫോക്കസ് ചെയ്യുക, അതിനെയാണ് ധാരണ എന്ന് പറയുന്നത് അല്ലേ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ദീപം നോക്കിയിട്ട് ധ്യാനം ചെയ്യുക, അതുപോലെ നമ്മൾ ബ്രീത്തിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ്, അതായത് ശ്വാസം ഉള്ളിലോട്ട് വലിക്കുന്നതും പുറത്തോട്ട് വിടുന്നതും, അതിനെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിരിക്കുക, അതൊക്കെ എന്താണ്, ഈ ഒരു ധാരണക്ക് എക്സാമ്പിളാണ് കേട്ടോ, ഏകാഗ്രതക്ക് എക്സാമ്പിളാണ്.
നമ്മൾ പറയാറുണ്ട് ധാരണയാണ് മെഡിറ്റേഷനിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രൂ മെഡിറ്റേഷൻ. നെക്സ്റ്റ് വൺ ആണ് ധ്യാന മെഡിറ്റേഷൻ. അപ്പോൾ ധാരണ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയായിട്ടാണ്? പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് മെഡിറ്റേഷനിലോട്ടാണ് അല്ലേ. ധ്യാന മീൻസ് മെഡിറ്റേഷൻ ഓർ ഡീപ്പ് ഫോക്കസ്. ഡീപ്പായിട്ടുള്ള ധ്യാനത്തിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇൻ ദിസ് സ്റ്റേജ് ദ മൈൻഡ് ബിക്കം കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ഇൻ ദ മെഡിറ്റേഷൻ വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ. It leads to inner peace and self-awareness. Dhyana helps a person to fully control the mind, reach a state of calmness and clarity. ധ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് മനസ്സിനെ പൂർണ്ണമായിട്ട് ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ധ്യാനം എന്ന് പറയാം അല്ലേ. ഇതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാനും ഒരു കാംനെസ്സിൻ്റെയും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയുടെയും ഒരു പ്യുവർ സ്റ്റേറ്റിലോട്ട് നമുക്ക് എത്തിച്ചേരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ധ്യാനം കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് സമാധി അല്ലേ. സമാധി മീൻസ് ബ്ലിസ് ഓർ എൻലൈറ്റ്മെൻറ്റ്, അതായത് അനന്താവസ്ഥ, മോക്ഷം എന്നൊക്കെ പറയൂലേ. സമാധി ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് യോഗ. യോഗയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് സമാധി. It means complete union or oneness, when mind, body and soul become one within the object of meditation. In this state, there is a pure awareness and inner peace. The person experiences bliss, balance and realization of truth. Sama means equal and Di means to see. So Samadhi is the ability to see everything equally without like, dislike or judgment. സമാധി അഥവാ മോക്ഷ അല്ലേ. അഷ്ടാംഗ യോഗയിലെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിനെയാണ് നമ്മൾ സമാധി എന്ന് പറയാം അല്ലേ. ആ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിനെയും സോളിനെയും നമ്മളെ ബോഡിയെയും ഒക്കെ ഒരൊറ്റ യുണീക്കായിട്ട് ഫീൽ ചെയ്യും അല്ലേ. അതെല്ലാം ഒരൊറ്റ കാര്യമായിട്ട് തീരുന്ന ഒരവസ്ഥയാണ് നമ്മൾ സമാധി എന്ന് പറയാം അല്ലേ. ഇതിലെത്തിച്ചേർന്നാൽ, ഈ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നതിനെ നമ്മൾ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടൊരു ജഡ്ജ്മെൻറ്റ് നടത്തുക, അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ. അതായത് നമ്മളൊരു മോക്ഷം കിട്ടിയ അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, യോഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ 8 ലിംസും കംപ്ലീറ്റ് ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ യമ ഉണ്ടായിരുന്നു അല്ലേ. യമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മോറൽ ഡിസിപ്ലിൻ അല്ലേ. അതായത് നമുക്ക് സമൂഹത്തിനോട് കുറച്ച് കടമകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ആദ്യം പാലിക്കണം അല്ലേ. സെക്കൻഡായിട്ട് വന്നത് നിയമമായിരുന്നു അല്ലേ. നമുക്ക് സെൽഫ് ഡിസിപ്ലിനാണ് അതിൽ വരുന്നത്. നമ്മളെ സെൽഫിനോട് കുറച്ച് കടമകളുണ്ട് അല്ലേ, അതൊക്കെ പാലിക്കണം അല്ലേ. അതാണ് നിയമയുടെ അണ്ടറിൽ വന്നത്. തേർഡ് വൺ ആസനയായിരുന്നു അല്ലേ. നമ്മൾ സെൽഫ് ഡിസിപ്ലിനും മോറൽ ഡിസിപ്ലിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയെയും മൈൻഡിനെയും ഒക്കെ കാമായിട്ട് നിലനിർത്താൻ നമുക്ക് പറ്റണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചില ആസനങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലേ, യോഗാസനകൾ ചെയ്യേണ്ടതുണ്ടല്ലേ. യോഗനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആസനകളെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് പറയാം. പിന്നെ വേണ്ടത് പ്രാണായാമയാണ് അല്ലേ. അതായത് യോഗാസനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ശ്വാസന നിയന്ത്രണം, നമ്മുടെ ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലേ. അതാണ് പ്രാണായാമയിൽ പറയുന്നത്. പ്രാണായാമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യാഹാരം ചെയ്യണം അല്ലേ. അതായത് നമ്മൾ സെൻസ് ഓർഗൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മുടെ കാഴ്ച, കേൾവി, അതുപോലെ നമ്മുടെ ചിന്തകളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് പ്രത്യാഹാര ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യാഹാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏകാഗ്രതയിലോട്ട് പോകൂലേ, അതായത് ധാരണയിലോട്ട് പോകും. ധാരണയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ധ്യാനമായില്ലേ. ധ്യാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒന്നുകൂടെ ഡീപ്പായിട്ട് നമ്മൾ ധാരണ ചെയ്യുക, അതിനെയാണ് നമ്മൾ ധ്യാന എന്ന് പറയുന്നത് അല്ലേ. ഇനി ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നതാണ് സമാധി. സമാധി മീൻസ് മോക്ഷം അല്ലേ, മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. അതായത് 8 ലിംസിലെ ഏറ്റവും അവസാനത്തെ സമാധിയിൽ നമ്മൾ എത്തിച്ചേരും. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് യോഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പം മാത്രമേ നമുക്ക് മൈൻഡിനെയും ബോഡിയെയും സോളിനെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും കാലം നമ്മൾ യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മളാകെ വിചാരിക്കുന്നത് എന്താ, ആസനകളെ കുറിച്ച് മാത്രമായിരിക്കില്ലേ, യോഗാസനങ്ങളെ മാത്രമാണ് നമ്മൾ യോഗ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെയല്ല അല്ലേ. യോഗ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ഈ 8 പ്രോസസ്സിലൂടെ വന്നാൽ മാത്രമേ 8 ലിംസ് ഓഫ് യോഗയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് സമാധി, അതായത് മോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ക്ലാസ്സിന് എന്തെങ്കിലും ഡിമെറിറ്റ്സ് ഉണ്ട്, ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക. TNTU BEd ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്